4 ദിവസം മുന്നേ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചത് എത്രയോ കാലം മുന്നേ. 4 ദിവസം മുന്നേ എന്താ? ഒരു മിനിറ്റ് നോക്കട്ടെ. ഹേ ബ്രോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. യെസ് ഡിയർ. ശരി. ഞാൻ അല്ല, എന്റെ മാനേജർ അയച്ചതാ നിങ്ങളെ ലൈവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. നിങ്ങൾ അത്രയും നല്ല മനുഷ്യനാന്ന് ചോദിച്ചിട്ട്. ഓക്കെ, ഹേ ബ്രോ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നൊക്കെ അല്ല, അത് ഞാൻ ലൈവിൽ കാണിക്കട്ടെ ഗൈസ്. ഇതാ ഹേ ബ്രോ എന്ന് ഒക്ടോബർ 30 അയച്ചിട്ടുണ്ട്. യെസ് ഡിയർ എന്ന് തിരിച്ചു അയച്ചിട്ടുണ്ട്. മൂന്ന് വർഷം മുന്നേ അല്ല, 2 വർഷം മുന്നേ അല്ല, 2 വർഷം മുന്നേ. അതും കൂടി പറ, ടൈം പീരീഡും കൂടി പറഞ്ഞാ. ഞാൻ പറഞ്ഞത് പറഞ്ഞ പാസ്റ്റ് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞത് പാസ്റ്റ് എന്ന്. ബിഗ് ബോസ് പോകുന്നത് പോയ ഞാൻ എന്നെ ജനമല്ലേ ജയിപ്പിച്ചത് ആണ്. അതിനെന്താ, ഞാനടക്കമുള്ള ആളല്ലേ നിന്നെ ജയിപ്പിച്ചത്. അതിനിപ്പോ എന്താ? അതിന് നിന്നെ ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. നീ ബിഗ് ബോസ് ജയിച്ചത് ഫെയർ ആയിട്ട് തന്നെയാ. ശരിയാണ്, നീ ബിഗ് ബോസിൽ ജയിച്ചു. പണ്ട് നീ സ്റ്റാർ ആയിരുന്നു അഖിലെ, പണ്ട് നീ സ്റ്റാർ ആയിരുന്നു. ഇപ്പൊ നീ ഫീൽഡ് ഔട്ട് ആയാലും ഞാൻ എന്ത് ചെയ്യാനാടാ? നീ എന്തിനാണ് എന്റെ തലക്ക് കയറുന്നത്? നീ എന്റെ തലയിലോട്ട് എന്തിനാടാ കയറുന്നത്? ഇനി നീ എന്താ ചെയ്യാൻ പോകുന്ന അഖിലെ? ഇനി നീ അടുത്ത ഒരാഴ്ച നിന്റെ വീട്ടിൽ അരി വാങ്ങാൻ പോകുന്നത് എന്നെ വിട്ടിട്ടായിരിക്കും. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട് അഖിലെ. കേക്ക്, ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറയുന്ന കേക്ക് ആദ്യം. ഈ ഉഡായിപ്പ് ക്രിപ്റ്റോ നീ ഒരു എടാ നാണം കെട്ടവനെ, എന്തെങ്കിലും തെളിവ് വെച്ചിട്ട് സംസാരിക്കടാ. ഉഡായിപ്പ് ക്രിപ്റ്റോ അല്ലല്ല, ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉഡായിപ്പ് ക്രിപ്റ്റോ. ഒരു തെളിവ്. ക്രിപ്റ്റോ ഞാൻ ക്രിപ്റ്റോയിൽ ആരെ സ്കാം ചെയ്തു അത് പറ. ഉഡായിപ്പ് ക്രിപ്റ്റോ എന്ന് നീ പറഞ്ഞു. ഉഡായിപ്പ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞു. ഞാൻ ക്രിപ്റ്റോയിൽ ആരെ പറ്റിച്ചു? എടാ നീയില്ലേ ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോ ഓരോ വാക്കുകൾ ജനത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിങ്ങനെ ചർച്ച ആയിക്കോളൂ ഒരു സൈഡിൽ നിന്ന്. നാണം കെട്ട പരിപാടിയല്ല അഖിലെ.